മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി UDFും BJPയും നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുവഴി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഇടപെടലാണ് നടന്നിട്ടുള്ളത് എന്നാണ് ജനങ്ങൾ തന്നെ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ തകർക്കുന്ന വിധമുള്ള പ്രചരണങ്ങളാണ് വലതുപക്ഷം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല പ്രശ്നത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന കള്ളക്കഥകൾ ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ്. ജനങ്ങൾക്കത് നല്ല നിലയിൽ മനസ്സിലാക്കാനായിട്ടുണ്ട് എന്നാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലായത്. പാർട്ടി ജനങ്ങളുമായി കൂടുതൽ അടുത്ത് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ഗൃഹസന്ദർശന പരിപാടിയുടെ ഭാഗമായിട്ട് ജനങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന നില ഉണ്ടായിട്ടുണ്ട്. എല്ലാ കള്ളക്കഥകളെയും തുറന്നു കാട്ടി മുന്നോട്ടേക്ക് പോകേണ്ടതിന്റെ പ്രാധാന്യം ഈ ഗൃഹസന്ദർശന പരിപാടിയിൽ നേതാക്കളും പ്രവർത്തകരും ജനങ്ങളോട് തുറന്ന് സംവേദിച്ചിട്ടുണ്ട്. SIR പിണറായി വിജയൻ സർക്കാരിന്റെ പരിപാടിയാണെന്നും ന്യൂനപക്ഷങ്ങളെ രാജ്യത്തു നിന്നും പുറത്താക്കാനുള്ള പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത് എന്നും പച്ചക്കള്ളം വ്യാപകമായിട്ട് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പ്രചരിപ്പിച്ചിരുന്നു എന്ന കാര്യം ഞങ്ങളുമായി സംവേദിക്കുന്ന സന്ദർഭത്തിൽ നിഷ്കളങ്കരായിട്ട് ജനങ്ങൾ തന്നെ പറയുന്ന നില ഉണ്ടായി. അങ്ങനെ വിശ്വസിച്ചു എന്ന് പറഞ്ഞവരുമുണ്ട്. UDFന്റെ വർഗീയ പ്രചരണത്തിനെതിരെ നല്ല ജാഗ്രത പുലർത്തണമെന്നും അല്ലെങ്കിൽ തെറ്റായ പ്രചരണത്തിന് ജനങ്ങൾ വിധിപ്പെട്ടു പോകുമെന്നും പറയുന്ന നിലയും ഉണ്ടായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് UDFന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തവർ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ വർഗീയ സംഘർഷവും വർഗീയ കലാപവും ഒന്നും കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിലില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള മതനിരപേക്ഷതയ്ക്ക് ഊന്നൽ നൽകുന്ന ഗവൺമെന്റിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യും എന്ന് പറയുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യം, വിദ്യാഭ്യാസം, പാർപ്പിടം, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, പശ്ചാത്തല സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിൽ ഉണ്ടായ നേട്ടങ്ങൾ ഏറെയാണെന്ന് ജനങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ത്രീ സുരക്ഷയ്ക്ക് സർക്കാർ കാണിക്കുന്ന ജാഗ്രത വലിയ മതിപ്പാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾ വലിയ വിശ്വാസമാണ് സർക്കാരിൽ അർപ്പിച്ചിട്ടുള്ളത്. ചില മേഖലകളിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്നതിന്റെ ആവശ്യം പ്രാധാന്യവും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾ മുന്നോട്ടേക്ക് വെച്ച വിമർശനങ്ങളും അതുപോലെ പോരായ്മകളും തിരുത്തി മുന്നോട്ടേക്ക് പോകും എന്ന് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ തന്നെ ഞങ്ങളുമായി സംവേദിക്കുന്ന ഓരോരുത്തർക്കും ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുമായി സംസാരിച്ചപ്പോൾ ഓരോ പ്രദേശത്തിനും പൊതുവെ കേരളത്തിനും ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട ജനങ്ങൾ മുന്നോട്ടേക്ക് വച്ചിട്ടുണ്ട്. തീർച്ചയായും അതെല്ലാം അടുത്ത പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി അവ പ്രായോഗികമാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളും സ്വീകരിക്കും. ഗൃഹസന്ദർശന പരിപാടി LDFന് വീണ്ടും അധികാരത്തിലെത്താനുള്ള സാഹചര്യമാണ് ഉള്ളത് എന്ന് തന്നെയാണ് വ്യക്തമാക്കപ്പെട്ടത്. തെറ്റിദ്ധരിക്കപ്പെട്ട് കള്ളക്കഥകൾ വിശ്വസിച്ച്
അങ്ങനെയുള്ള ആളുകളോട് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി LDF-നോടൊപ്പം നിൽക്കും എന്ന കഴിഞ്ഞ പ്രാവശ്യം പറ്റിയ തെറ്റ് തിരുത്തും എന്നും പറഞ്ഞ നിരവധി ആളുകൾ ഞങ്ങളുടെ ഈ സന്ദർശന ഘട്ടത്തിൽ കാണുകയുണ്ടായി. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. BJP-യും കോൺഗ്രസും അതായിരുന്നു വലിയ പ്രചരണത്തിനു വേണ്ടി ആയുധമായി ഉപയോഗിച്ചത്. ഗവൺമെന്റിന്റെ വികസനവും ക്ഷേമവും ഉൾക്കൊള്ളുന്ന കാര്യങ്ങളൊന്നും ചർച്ചയാവാതിരിക്കുന്നതിനു വേണ്ടിയുള്ള മറയായി വലതുപക്ഷവും BJP-യും മാധ്യമങ്ങളും ഈ സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു ഉയർത്തി കൊണ്ടുവന്നത്. ഇത് ഇടതുപക്ഷത്തിനെതിരായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തിയത് എന്ന് നമുക്ക് അറിയാം. അന്വേഷണത്തെ പൂർണ്ണമായിട്ട് പിന്തുണച്ചുകൊണ്ട് അയ്യപ്പന്റെ സ്വർണമൊന്നും നഷ്ടപ്പെടരുത്, കുറ്റവാളി ആരായാലും അവർക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ സാധിക്കണം, ആരെയും സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന സമീപനം CPM SIT അന്വേഷണത്തിന്റെ ആവശ്യകത മുന്നോട്ടേക്ക് വെച്ച ഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ്. അതിൽ ഞങ്ങൾ ഒരു തരത്തിലും മാറിയിട്ടില്ല. എന്നാൽ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ പഴയ ഒരു ഉശിരില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനും ചർച്ച ചെയ്യാനും ഒന്നും മെനക്കെടുന്നില്ല. കാരണം കോൺഗ്രസിന്റെയും BJP-യുടെയും പ്രമുഖ വ്യക്തികൾക്കിടയിലേക്ക് കാര്യങ്ങൾ നീങ്ങി വന്നപ്പോൾ പിന്നെ ആയുസ് നഷ്ടപ്പെട്ടവരായി അവരും മാറി, നിങ്ങളും മാറി. ഞങ്ങളെ സംബന്ധിച്ച് അന്നും ഇന്നും ഒരേ നിലപാടാണ്. ഞങ്ങൾ അവസരവാദപരമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇപ്പോഴും SIT-ക്കെതിരായിട്ട് VD സതീശൻ പറയുകയാണ്, BJP-ക്കാർ പറയുകയാണ്, സോണിയാഗാന്ധിയെ കാണാൻ ഈ കേസിലെ ഏറ്റവും പ്രമുഖമായ സ്വർണ്ണക്കൊള്ള നടത്തിയ പ്രതിയും സ്വർണം തട്ടിക്കൊണ്ടുപോയിട്ട് വിറ്റ കളവ് മുതൽ വാങ്ങിയ ആളും എന്തിനാണ് സോണിയാഗാന്ധിയെ കാണാൻ പോയത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല. രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രശ്നം അവതരിപ്പിച്ചതേ തെറ്റായി എന്നാണ്. ഇത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമായിട്ടാണ് അഖിലേന്ത്യാ നേതൃത്വം ഉൾപ്പെടെ കാണുന്നത്. കോൺഗ്രസിന്റെ അനാവശ്യമായ രീതിയിൽ സോണിയാഗാന്ധിയെ തന്നെ വലിച്ചിഴക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യം എത്തിച്ചതേ തെറ്റായി എന്ന നിലപാടാണ്. മാത്രമല്ല, അതിന് മുമ്പ് 2017 നല്ല സിമന്റ് തറയിൽ ഉറപ്പിച്ച കൊടിമരം ചെതലായി എന്ന് പറഞ്ഞിട്ട് അത് മാറ്റുന്നതിനു വേണ്ടി വഞ്ചി 10.5 കിലോ സ്വർണം ഉൾപ്പെടെയുള്ള ഭാഗം പൂർണ്ണമായിട്ട് നിയമവിരുദ്ധമായി തന്ത്രിക്ക് നൽകി എന്ന കാര്യവും തന്ത്രിയുടെ വീട്ടിൽ നിന്നത് പിടിച്ചെടുക്കുന്ന സ്ഥിതിയും വന്നപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണന്റെയും അന്നുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും അന്നത്തെ ഗവൺമെന്റിന്റെയും പ്രശ്നം പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഹൈക്കോടതി SIT-യോട് രണ്ടും അന്വേഷിക്കാൻ പറഞ്ഞു. 10 കൊല്ലത്തേതല്ല 20 കൊല്ലത്തേതും അന്വേഷിക്കാൻ പറഞ്ഞു. ഈ അന്വേഷണം നടത്തുമ്പോഴാണ് ഇപ്പോഴ് VD സതീശൻ പറയുന്നത് SIT തെറ്റായ രീതിയിലാണ് സഞ്ചരിക്കുന്നത്. SIT-യുടെ വ്യാപ്തി, അന്വേഷണ വ്യാപ്തി കൂടി ആദ്യം പറഞ്ഞതിന് അപ്പുറത്ത് കടന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും 3 മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നു. അങ്ങനെ വന്നാൽ നിയമപരമായിട്ട് ചില പ്രശ്നങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നത് എല്ലാവർക്കും അറിയാലോ. അങ്ങനെയാണ് ജാമ്യം കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയത്.
ഇനിയും അന്വേഷണം പൂർത്തിയാക്കാൻ ആയിട്ടില്ല. അത് പൂർണ്ണമായിട്ടും ഹൈക്കോടതിയുടെ പിന്തുണയോടുകൂടിയാണ്. ഹൈക്കോടതി പറഞ്ഞുകൊണ്ട് തന്നെയാണ്. സമയം നീട്ടിക്കൊടുക്കുന്നു അവരാണ്, ഹൈക്കോടതിയാണ്. എന്നിട്ട് SITയെ ശക്തിയായ രീതിയിൽ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു ഭാഗം. BJP എന്താ? തന്ത്രിയെ പിടിച്ചതോടുകൂടി, തന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവായിട്ടാണല്ലോ ഇവരെല്ലാം നടക്കുന്നത്. ഈ കേസിലെ ഏറ്റവും പ്രമുഖമായ സ്ഥാനത്താണ് അദ്ദേഹം ഉള്ളത് എന്ന് വന്നതോടുകൂടി BJPക്കും പിന്നെ അധികം മുണ്ടാട്ടില്ല. അപ്പൊ എല്ലാ അന്വേഷണം നടക്കട്ടെ, ആവശ്യമായ രീതിയിലുള്ള പിന്തുണ SITക്ക് നൽകിക്കൊണ്ട് തന്നെ ഈ അന്വേഷണം പൂർത്തിയാക്കാനാവുമെന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പാർട്ടിയും പ്രതീക്ഷിക്കുന്നത്. പോറ്റിയെ കയറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട ഈരടികളെല്ലാം പാടിക്കൊണ്ടാണല്ലോ പാർലമെന്റിന്റെ മുമ്പിൽ സമരം നടത്തിയത് പ്രതിപക്ഷ MPമാരുൾപ്പെടെ. ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്, പൂജാരി ഈ പറയുന്ന പോറ്റിയെ കയറ്റിയത് ഇടതുപക്ഷമല്ല, UDFകാർ തന്നെയാണ്. അവരുടെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിയമസഭയിലുണ്ടായ അവരുടെ ഒളിച്ചോട്ടാണ്. കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നു, പത്രങ്ങൾ മുഴുവൻ എഴുതുന്നു, അതൊക്കെ അത്ര ഭയങ്കരമായ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിയമസഭ ആരംഭിച്ചു. നിയമസഭ ആരംഭിച്ചപ്പോൾ നിയമസഭയിൽ അതിന്റെ പ്രൊസീഡിങ്സ് അനുസരിച്ച് ഇവർക്ക് ഉന്നയിക്കാനുള്ള അവസരമുണ്ട്. അതാണ് എല്ലാ സന്ദർഭത്തിലും പാർലമെന്ററി വ്യവസ്ഥയനുസരിച്ച് ഉന്നയിക്കുക. അടിയന്തര പ്രമേയം നൽകാതെ അസംബ്ലി തുടങ്ങിയ നിമിഷം തന്നെ പ്രതിപക്ഷ നേതാവ് അത് കലക്കാനാണ് ശ്രമിച്ചത്. ഇപ്പോൾ മന്ത്രിമാരുൾപ്പെടെ പറഞ്ഞു, നിങ്ങൾക്ക് അടിയന്തര പ്രമേയം നൽകുക, നോട്ടീസ് കൊടുക്കാം. പക്ഷേ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്താൽ ഈ പറഞ്ഞ സോണിയാഗാന്ധിയുടെ ഉൾപ്പെടെ, പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്തെ സംവിധാനം ഉൾപ്പെടെ, കൊടിമരം ഉൾപ്പെടെ, വാജീവ് വാഹനം ഉൾപ്പെടെ എല്ലാം ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളതുകൊണ്ട് അതിന് തയ്യാറാവാതെ അസംബ്ലി തന്നെ ഒഴിവാക്കി ഓടിപ്പോകുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. ഇതാണ് ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ ഒരവസ്ഥ. അപ്പോ നിയമസഭയിൽ നിന്ന് അവർക്ക് ഒളിച്ചോടേണ്ടുന്ന അവസ്ഥയുണ്ടായി. മന്ത്രിമാർ വെല്ലുവിളിച്ചു പറഞ്ഞു, നിങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുപോവാം, നമുക്ക് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാം. അതാണ് അവർക്ക് ഏറ്റവും വലിയ പ്രയാസം. അടിയന്തര പ്രമേയം കൊണ്ട് ഇറങ്ങിപ്പോകാൻ പ്രശ്നമില്ല. പക്ഷേ അടിയന്തര പ്രമേയം വരികയും അതിന്റെ മേലെ ചർച്ച നടത്തുകയും ചെയ്താൽ പ്രതിക്കൂട്ടിലാവും എന്ന് മനസ്സിലാക്കിയിട്ട് അവരിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു കോർപ്പറേഷനിൽ ഭൂരിപക്ഷമില്ലെങ്കിലും ഒന്നാമത്തെ കക്ഷി എന്ന രീതിയിൽ ഭരണത്തിലേക്ക് വന്ന BJP ഞങ്ങൾ കേരളത്തിന്റെയും പ്രത്യേകിച്ച് അതിന്റെ കേന്ദ്ര ബിന്ദുവായ തിരുവനന്തപുരത്തിന്റെയും സമഗ്രമായ വികസനത്തിന് പ്രധാനമന്ത്രി വന്ന ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും എന്നവർ പറഞ്ഞിരുന്നു. വികസന പാക്കേജ് പ്രഖ്യാപിക്കും എന്നും BJP പ്രഖ്യാപനം നടത്തിയിരുന്നു. പ്രധാനമന്ത്രി വന്നു എന്നുള്ളതും പ്രധാനമന്ത്രി രാഷ്ട്രീയമായ ഒരു പ്രസംഗം നടത്തി പോവുകയും ചെയ്തു എന്നുള്ളതും എല്ലാവർക്കും അറിയാം. ചൂരൽമല ദുരന്തമുണ്ടായപ്പോൾ അവിടെ എത്തിയ പ്രധാനമന്ത്രി വരുമ്പോഴും തിരിച്ചു പോകുന്നതിന് ശേഷവും കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സാമ്പത്തിക സഹായം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സന്ദർശിച്ച പശ്ചാത്തലത്തിൽ ലഭിക്കുമെന്നായിരുന്നു. ഒന്നും ലഭിച്ചില്ല എന്നുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതേപോലെയുള്ള ഒരു അനുഭവമാണ് കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി തിരുവനന്തപുരം സന്ദർശിച്ച് ഒരു കാര്യവും പ്രഖ്യാപിക്കാതെ, വികസനത്തിന്റെ കാര്യം മിണ്ടാതെ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തി പോകുന്ന നില ഉണ്ടായിട്ടുള്ളത്.
അത് വലിയ രീതിയിലുള്ളൊരു കബളിപ്പിക്കൽ പ്രസ്ഥാനമായിട്ട് മാറി എന്ന് ജനങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണ്. 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തപ്പോൾ കണ്ട വേറൊരു കാര്യം, 2ാം ഘട്ടവും 3ാം ഘട്ടവും 4ാം ഘട്ടവും കൂടി ഒറ്റ ഘട്ടമായിട്ട് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ചിത്രം. ഇത് ലോക ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ സംഭവമാണ്. ഒരു കൊല്ലം കൊണ്ട് ലോകത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സീപോർട്ടായി, തുറമുഖമായി വിഴിഞ്ഞം മാറിക്കഴിഞ്ഞു. അതിന്റെ പ്രവർത്തനം ആരംഭിച്ച 2024 ഡിസംബർ 3-നാണ് പ്രവർത്തനം ആരംഭിച്ചത്. അതിനുശേഷം യഥാർത്ഥത്തിൽ ഒരു തുറമുഖത്തിനും ലഭിക്കാത്ത രീതിയിലുള്ള സ്വീകാര്യത നമുക്ക് ലഭിക്കുകയുണ്ടായി. 15.13 ലക്ഷം TMU കൈകാര്യം ചെയ്തു എന്നതാണ് ഇപ്പോഴും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള ശേഷി 10 ലക്ഷം TUവിൽ നിന്ന് 50 ലക്ഷം TUവായി അത് ഉയർത്തും എന്നുള്ളതാണ്. അതോട് ഒരു 3-4 വലിയ കപ്പലുകൾക്ക് ഒരേ സമയം അടുക്കാനുള്ള സാഹചര്യവും അവിടെ ഉണ്ടാവും. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പശ്ചാത്തല സൗകര്യ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് വേണം അതിനെ കാണാൻ. ഇത് യഥാർത്ഥത്തിൽ ഒരു വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാത്രം പ്രശ്നമല്ല. നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള മലയോര ഹൈവേ, തീരദേശ ഹൈവേ, അങ്ങനെയുള്ള നിരവധി പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ ഒപ്പം വേണം നമുക്ക് വിഴിഞ്ഞൻ പദ്ധതിയെയും അതിന്റെ സമഗ്രമായ വികസനത്തെയും കാണാൻ. തുറമുഖം രൂപപ്പെട്ടു വരുന്നതിനിടയിൽ വലിയ കലാപം തന്നെ സൃഷ്ടിക്കാൻ പ്രതിപക്ഷമെന്ന് നേതൃത്വം കൊടുത്തിരുന്നു എന്നുള്ള കാര്യം സൗകര്യപൂർവ്വം മറക്കുകയാണ് ചെയ്യുന്നത്, പത്രം ഉൾപ്പെടെ, നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ. ഈ പദ്ധതി അവസാനിപ്പിച്ച് ഞങ്ങൾ അടങ്ങൂ എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവുകളെ അത് അവിടെ ചർച്ച ചെയ്തില്ല എന്നുള്ളത് ശരിയാ. നമുക്കറിയാലോ, ഈ വിഴിഞ്ഞം പദ്ധതി ഇവിടെ അവസാനിപ്പിച്ചേ പറ്റൂ. അതാണ് പോലീസ് സ്റ്റേഷൻ അക്രമത്തിലേക്ക് പോയത്. അതിന് പിന്തുണ നൽകുന്ന പ്രതിപക്ഷം ഉണ്ടായിരുന്നു ഇവിടെ, BJP ആയാലും കോൺഗ്രസ് ആയാലും. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഒരു ഇഞ്ചിനി മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. നല്ല നിശ്ചയദാർഢ്യത്തോടുകൂടി ആ കലാപശ്രമത്തെയും അതിജീവിച്ചുകൊണ്ടാണ് തുറമുഖമുണ്ടായത് എന്ന കാര്യം മറന്നുപോവാതിരിക്കാൻ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.